ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ രാജ്യവ്യാപക റെയ്ഡ് കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ബിനിൽ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ബിനിൽ, വളരെ വലിയ വ്യാപ്തികളുള്ള ഒരു തട്ടിപ്പായിരുന്നു. ഈ തട്ടിപ്പിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 3 സംസ്ഥാനങ്ങളെന്ന് പറയുന്നു, എങ്ങനെയാണ് പരിശോധനകൾ നടക്കുന്നത് കേരളം ഉൾപ്പെടെ? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹൈറിച്ച് കേസിൽ വീണ്ടും ഇഡിയുടെ നീക്കം ഉണ്ടാകുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. സർക്കാരിന്റെ കണക്കുകൾ തന്നെ പ്രകാരം ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഹൈറിച്ചിന്റെ പേരിൽ നടന്നിരിക്കുന്നത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ചുവടുപിടിച്ചു തന്നെയാണ് ഇഡി അന്വേഷണവും നടക്കുന്നത്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ ഈ ഹൈറിച്ച് ഉടമ പ്രതാപനെയും ഭാര്യ ശ്രീനെയും ഇഡി പലവട്ടം ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി കൂടി തന്നെയാണ് ഇതിനെ ഇഡി കാണുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നവർ, ഇതിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർ, അവരെയൊക്കെ കണ്ടെത്തുകയും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമാണ് ഇപ്പോൾ ഇഡി പരിശോധിച്ചു വരുന്നത്. ശരി ബിനിൽ, ഹൈറിച്ച് എന്ന മഹാ തട്ടിപ്പിലാണ് ഇപ്പോൾ രാജ്യവ്യാപക പരിശോധന റെയ്ഡ് ഇഡി നടത്തുന്നത്.